നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവണം, നന്നാവണം എന്ന ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവരുടെ ആഗ്രഹം എന്താ ഉണ്ടാവുക? എൻ്റെ മക്കൾ നന്നാവണം, എൻ്റെ മക്കളൊക്കെ നന്നാവണം, സ്വാലിഹീങ്ങളാവണം, എനിക്ക് വലിയ ഉപകാരം ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ തങ്ങന്മാരോട് ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയുന്ന കാര്യം എന്താ? സദയം മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടണം. എല്ലാവരുടെയും ആഗ്രഹം. അതിനെ അയിമ്മത്ത് പഠിപ്പിച്ച ഇമാമുമാർ പഠിപ്പിച്ചെന്ന റൂട്ടിത ഞാനിതാ വായിച്ചു തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖ കുല്ല ശൈഇൻ ഫഅഹ്സന ഖൽഖഹു വതർതീബ വഅദ്ദബ നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹ്സന തഅദീബ വസക്ക ഔസാഫഹു വഅഖ്ലാഖഹു ثم اتخذه صفيه وحبيبا ووفق للاقتداء به من أراد تهذيبا وحرم عن التخلق بأخلاقه من أراد التخبيب وصلى الله على سيدنا محمد سيد المرسلين وعلى آله الطيبين الطاهرين. ഈ കിതാബിൻ്റെ ബർക്കത്ത് കൂടി കിട്ടാൻ അതിൻ്റെ ആമുഖം വായിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇഅ്ലം, അറിയണം, അന്ന ത്വരീഖം ഫീ റിയാദത്തി സ്വിബ്യാനി മിൻ അഹമ്മിൽ ഉമൂരി വ ഔഖദിഹ. മക്കളെ നന്നാക്കുക, തർബിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതും വലിയ ടാസ്കുമായൊരു കാര്യമാണ്. അങ്ങോട്ട് വളർന്നോളൂ എന്ന് വിചാരിക്കരുത്. പിള്ളേരെല്ലാം അങ്ങ് വളർന്നോളൂ, അങ്ങനൊരു വിചാരമുണ്ട് പൊതുവെ രക്ഷിതാക്കൾക്ക്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക എന്നുള്ളത്. ഇങ്ങനെ ചെറിയവരോട് കരുണ കാണിക്കാത്ത, വലിയവരെ ബഹുമാനിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുണ്ട്. ഈ ഹദീസിന്റെ അർത്ഥം എന്തല്ല? ചെറിയവരോട് കരുണ എന്ന് പറഞ്ഞാൽ പിള്ളേർ കുറച്ച് ഉറങ്ങിക്കോട്ടെ, സോപ്പിയല നിസ്കരിച്ച പോലെ നോമ്പത്തിന് ഇപ്പോഴേ എടുപ്പിക്കണത്. അങ്ങനെ ലിബറലായി അവരെ വളർത്തലല്ല കുട്ടികളോടുള്ള കരുണ കാണിക്കൽ എന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അഥവാ വലിയ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹു മുഖ്തസരി ശുഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നുണ്ട്. പല രക്ഷിതാക്കളും എന്താ വിചാരിക്കുക? പിള്ളേരല്ലേ, കുട്ടികളാകുമ്പോൾ അങ്ങനത്തെ മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, കുറച്ചൊക്കെ കളിച്ചോട്ടെ അങ്ങനെ വിചാരിക്കരുത്. കുട്ടികളെ അവരുടെ പാട്ടിന് വിടലല്ല കുട്ടികളോടുള്ള കരുണ കാണിക്കൽ. പിന്നെ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് കുട്ടികളോടുള്ള കരുണ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് വരുന്നുണ്ട്. അത് വസ്വബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി. കുട്ടി എന്ന് പറയുന്നത് അത് സ്വബി എന്ന് പറഞ്ഞാൽ യശ്മിലു ദഖറ വൽ ഉൻസ, ആണായാലും പെണ്ണായാലും കുട്ടികൾ നമ്മുടെ അടുത്ത് അള്ളാഹു തന്ന സൂക്ഷിപ്പ് സ്വത്താണ്. അള്ളാഹുവിൻ്റെ ചോദ്യം ഉണ്ടാവും, ഞാൻ നിനക്ക് സൂക്ഷിക്കാൻ തന്ന സ്വത്തിനെ നീ മര്യാദയ്ക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ, അല്ല കൈമോശം വരുത്തിയിട്ടുണ്ടോ, പാഴാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖൽബുഹു ത്വാഹിർ ജൗഹറത്തുൻ നഫീസത്തുൻ സാജിജത്തുൻ ഖാലിയത്തുൻ മിൻ കുല്ലി നഖ്ഷിൻ വസൂറത്തിൻ. ആ കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ കാലിയായ മനസ്സാണ്. വഹുവ ഖാബിലുൻ ലികുല്ലി മാ നുഖിശ ഫീഹി. എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് അവർ സ്വീകരിക്കും. നമ്മളെ കുട്ടികളൊക്കെ മലയാളം സംസാരിക്കാൻ പഠിച്ചത് എന്തുകൊണ്ടാ? ഉപ്പിയുമ്മി സംസാരിക്കുന്ന കേട്ടിട്ട് വീട്ടിൽ നിന്ന് സംസാരിച്ചോണ്ട്. അറബി കുട്ടികൾ അറബി സംസാരിക്കണതോ അവരുടെ ഉപ്പാനും ഉമ്മാനും കേട്ടിട്ട് അവർ ഖത്തറിനത് ഓതിയോ, സഞ്ചാൻ ഓതിയോ? അല്ല നമ്മൾ മലയാളം നീ കണ്ടു വാങ്ങിക്കൊടുത്തോ കുട്ടികൾക്ക്? അല്ലല്ലോ. എന്നതുപോലെ കുട്ടികൾ ചീത്ത വിളിക്കുന്നത്, കുട്ടികൾ മോശം വാക്ക് പറയണത് ആ വീട്ടിലുള്ള വാപ്പ പഠിപ്പിച്ചു കൊടുത്തതാ. പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തതല്ല, ഈ കുട്ടി ഇത് കേട്ടു. ഉറപ്പല്ലേ? ഇപ്പൊ ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു മോള് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ ഉസ്താദ് പറയും, മോളെ
ഹിജാബ് ഇടുന്ന കാലമായിട്ടോ, മുഖമൊക്കെ മറക്കണം എന്ന് പറയും. ഈ കുട്ടി അങ്ങനെ ധരിക്കണം, ശരീരം മറക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ രാത്രിയാണ് എന്നെ ഖബറടക്കേണ്ടത്, കാരണം രാത്രി ഖബറടക്കിയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂടെ പോലും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ ഉസ്താദിൻ്റെ അടുത്തുനിന്ന് കേട്ടപ്പോൾ അങ്ങനെയായിരുന്നോ ഫാത്തിമ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത? പറയാനുണ്ടോ? മറയില്ലാത്ത മയ്യത്ത് കട്ടിലാണല്ലോ നമ്മളെ നാട്ടിലെ കൾച്ചർ. അതുകൊണ്ട് അബിസീനിയ മോഡലിലുള്ള മറയുള്ള മയ്യത്ത് കട്ടിലാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറയുള്ള മയ്യത്ത് കട്ടില് വേണമെന്ന് നിർബന്ധം പിടിച്ച ആളാണ് ഫാത്തിമ ബീവി. കാരണം എന്നെ പൊതിഞ്ഞ കഫംപുട ഒരാളും കാണണ്ട, ശരീരമല്ല കഫംപുട. അപ്പോൾ ഈ ഫാത്തിമ മോൾക്ക് തോന്നി, നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഫാത്തിമ ഷെർ ഇന്നും ഫാത്തിമ ഹിബ എന്നും പേരിട്ടാൽ മതിയോ? ഈ ശീലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഗ്ലൗസും ഹിജാബും ഷോക്സൊക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോൾ ഏട്ടത്തിയും ഏട്ടൻ്റെ ഭാര്യയും മുഖം മറക്കാതെ പുറത്തിറങ്ങുന്നുണ്ട്. മത്സ്യം വിൽപ്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെ മുമ്പിലും ഉമ്മ എന്തെല്ലാം വർത്താനം പറയുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ കുട്ടി എന്താ ചെയ്യണ്ടേ? അതാണ് ഇവിടെ പറയണത്. വീട്ടിൽ ഫ്രെയിം ചെയ്ത് കൊടുക്കണതാണ് കുട്ടി സ്വീകരിക്കുക. കുട്ടി അതല്ലേ സ്വീകരിക്കുക? മദ്രസയിൽ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക? കലാലയത്തിലെ തിയറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക? അല്ല. വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതം എന്താണോ അതാണ് ഉണ്ടാവുക. സഖാഫിന്റെ ഭാര്യക്ക് പറഞ്ഞ നിയമമൊന്നുമല്ല ഹിജാബ്. ഹാദിയക്ക് പഠിക്കുന്ന മോളെ കൂട്ടിയിട്ട് ഉമ്മ എവിടെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉമ്മക്ക് ഹിജാബ് ഇല്ല, കയ്യോറയില്ല. മോക്ക് ഹിജാബ് ഉണ്ട്, കയ്യോറുണ്ട്. ഇതേത് നിയമോ? ഇതേതോ നിയമം? ഇതേതാ നിയമം? ഏതാ? അങ്ങനെ ഉണ്ടോ? രണ്ട് നിയമം? പുതിയ നിയമം പഴയ നിയമമാണോ? അതാണ് ഈ പറയണത്. ആ കുട്ടിയുടെ മുമ്പിൽ വരച്ചു കൊടുക്കുന്ന മുഴുവൻ ചിത്രങ്ങളായിരിക്കും ആ കുട്ടിയുടെ കാലിയായ ഹൃദയത്തിലേക്ക് ചെന്ന് പതിക്കുക. ആ കുട്ടീൻ്റെ വാപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തുനിന്നും കാണുന്ന ഒക്കെ ആ കുട്ടി പഠിക്കും. അതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ആ ഗ്ലാസ് ഒന്ന് എടുക്കാവോ? അത് വീടാവോ? ഇല്ലല്ലോ, തൽക്കാലം സ്റ്റേജിൽ അത് വീടില്ല അല്ലേ? ഇല്ല, ആ ഗ്ലാസ് മാത്രം എടുക്കാനാ പറഞ്ഞത്. ഈ ഗ്ലാസ് എന്നാ പറയുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുട്ടിയും ജനിക്കുമ്പോൾ എന്തും സ്വീകരിക്കാൻ പറ്റുന്ന ഭാഗത്തില്ലേ ഈ ഗ്ലാസ്സിൽ മുന്തിരി ജ്യൂസ് ഒഴിക്കാം, ഈ ഗ്ലാസ്സിൽ തന്നെ ചുടുവെള്ളം ഒഴിക്കാം, ഈ ഗ്ലാസ്സിൽ തന്നെ മൂത്രം ഒഴിക്കാം അല്ലേ? ഒഴിക്കുന്ന ആളുടെ പ്രശ്നമാണ്, ഗ്ലാസ്സിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ കുട്ടി ഏത് രീതിയിലാണ് മുടി മുറിക്കേണ്ടതെന്ന് കുട്ടിയല്ല തീരുമാനിക്കേണ്ടത്, കുട്ടീൻ്റെ വാപ്പ, കുട്ടീൻ്റെ ഉമ്മ, കുട്ടീൻ്റെ ജ്യേഷ്ഠൻ. കുട്ടി എന്തിനും തല ഇങ്ങനെ വെച്ചു കൊടുക്കും, എന്തോ ചെയ്തോളി. ഏത് കട്ടാക്കിയാലും ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ അടുത്ത് നിന്ന് കാണിച്ചാൽ എൻ്റെ കളിയിൽ നിന്ന് ആ തല ഇങ്ങനെ പിരിച്ചു വെക്കുന്നു എൻ്റെ അർത്ഥം. അതാണ് ആ പറയുന്നതിൻ്റെ താല്പര്യം. അതാണ് നന്മയാണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ നന്മയാർന്ന ജീവിതമായിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. ആ കുട്ടി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. കുട്ടി മാത്രമല്ല, ആ കുട്ടി നന്മയുടെ വാഹകനായ കാരണത്താൽ ആ കുട്ടിക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകൻ, ഉസ്താദ്, അതിന് വഴിയൊരുക്കിയ മാതാപിതാക്കൾ എല്ലാവരും കൂലിയിൽ പങ്കാളികളാവും. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് തോനെ കുറേ ഇബാത്തില്ലെങ്കിലും ഒരു 4-5 മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്ത ആ കൂലി തന്നെ മതി, ആ നന്മ തന്നെ മതി. കാരണം ഈ മക്കൾ ചെയ്യുന്ന എല്ലാ ഹൈറിൻ്റെയും കൂലി ഉപ്പാക്കും ഉമ്മാക്കും കിട്ടും. ഇനി ആ കുട്ടി തെറ്റ് പഠിക്കുന്ന രീതിയിലാണ് ഉപ്പായുടെയും ഉമ്മായുടെയും ജീവിതം. ഉപ്പ ഉമ്മ എപ്പോഴും മൊബൈലിലാണ്, ഹറാമിലാണ്, തെറ്റിലാണ്. എപ്പോഴെങ്കിലൊക്കെ ഉറങ്ങിക്കോട്ടെ, എപ്പോൾ എഴുന്നേറ്റാൽ എന്താ കുഴപ്പം എന്ന വിചാരത്തിൽ മൃഗങ്ങൾ ജീവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ വീട്ടിലുള്ളതെങ്കിൽ
ഷഖിയ വഹലക, ആ കുട്ടി പരാജയപ്പെടും, ആ കുട്ടി നശിച്ചു പോകും. വകാനൽ ബിസ്റു അലാ ഖയ്യിമിഹി വവലിയിഹി, വാപ്പാക്കും ഉമ്മാക്കും കുട്ടിയെ വളർത്തുന്നവർക്കും ആയിരിക്കും അതിൻ്റെ കുറ്റം ഉണ്ടാവുക. അതാണ് അള്ളാഹു സൂറത്തു തഹ്രീമിലൂടെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളും നിങ്ങളുടെ മക്കളെയും അഹ്ലുകാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലിമു ഔലാദക്കും, നിങ്ങളെ മക്കൾക്ക് ഇൽമു കൊടുക്കണം. വഅദ്ദിബുഹും, അവരെ അദബ് പഠിപ്പിക്കണം, അവർക്ക് അദബ് നൽകണം, അവർക്ക് അദബ് നൽകണം, അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. വഇദാ കാനൽ അബു യസൂനുഹു അന്നാരി ദുനിയ, നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടോ അല്ലെങ്കിൽ അടുപ്പിലുള്ള തീ പെട്ടെന്ന് നമ്മളെ മോളെ തട്ടത്തിനോ ഷാളിനോ ചുരിദാറിനോ പിടിച്ചാലോ ഉമ്മ ഉടനെ ആ കുട്ടിക്ക് തീ പൊള്ളലേൽക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തൂലേ? യെസ്. എങ്കിൽ ഫഅന്നാരിൽ ആഖിറതി ഔല, നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള പണി എന്തായാലും എടുക്കണ്ടേ? എന്താ സുബീക്ക് വിളിക്കാത്തത്? പിള്ളേരല്ലോ കുറച്ച് ഉറങ്ങിക്കോട്ടെ, ആകെ 12 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എത്ര വയസ്സായി? 12. എത്ര വയസ്സ് മുതലാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്? 7. നമ്മളെ നാട്ടിലുള്ള 90% ആൾക്കാരുടെയും വിചാരം ഇതൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പറയുന്നതാണെന്നാ. മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബല 7 സിനീൻ, 7 വയസ്സായാൽ നിങ്ങൾ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വൽ അംറു ലിൽ വുജൂബ്, കൽപ്പിക്കണം എന്ന് പറയുന്ന കൽപ്പന നിർബന്ധത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ ഉപ്പാക്കും ഉമ്മാക്കും ഈ കൽപ്പന നടത്തൽ നിർബന്ധമാണ്. വതർക്കുൽ വാജിബി മഅസിയത്തുൻ, അങ്ങനെ കൽപ്പിക്കാതിരുന്നാൽ കുട്ടികൾ ഉറക്കത്തുനിന്ന് വിളിക്കണില്ല, നിസ്കരിക്കാൻ പരിശീലിപ്പിക്കണില്ല, ഓരോ വഖത്തിനും പറഞ്ഞാലേ ആ കുട്ടി നിസ്കരിക്കുള്ളൂ എങ്കിൽ ആ അർത്ഥത്തിൽ കുട്ടിനെ വളർത്തുന്നില്ല, കൽപ്പിക്കുന്നില്ല എങ്കിൽ മഅസിയത്തുൻ, ആ വാപ്പി ഉമ്മയും ചെയ്യുന്നത് കടുത്ത ഹറാമ. വൽ ഇസ്റാറു അലൈഹ, നിരന്തരമായി ഹറാമ ചെയ്യുമ്പോൾ മുസ്ഖിത്തുൽ അദാലത വ മുസ്ബിത്തുൽ ഫിസ്ഖ വഹും ഫാസിഖൂൻ, ആ ഉപ്പിയും ഫാസിഖീങ്ങളാവും. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് ബാക്കി? ആ ഉപ്പിയും ഫാസിഖാവും. ആ ഉപ്പ എത്ര പഠിച്ച ആളായാലും ശരി പഠിക്കാത്ത ആളായാലും ശരി 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാൻ കൽപ്പിക്കാത്ത വാപ്പയും ഉമ്മയും ഫാസിഖീങ്ങളാവും. എന്തുകൊണ്ട്? നിരന്തരം ഹറാമ ചെയ്യലേ, നിരന്തരം ഹറാമ ചെയ്യലേ. ഇങ്ങനെ ഫാസിഖീങ്ങളായ ആൾക്കാർ ആയിരക്കണക്കിന് ആള് സദസ്സിലുണ്ടെങ്കിലും അവർ സാക്ഷി നിന്നാൽ ആ സദസ്സിൽ നടക്കുന്ന നിക്കാഹ് സ്വഹീഹാവുന്നതല്ല. വലൗകാനു അൽഫൻ, ഇതല്ലേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെപ്പോൾ 7 വയസ്സ് മുതലൊക്കെ നോമ്പ് നിസ്കാരമൊക്കെ മര്യാദയ്ക്ക് സമയാസമയം പഠിപ്പിക്കുന്നവരുള്ളത്? ഷെഹറാനിമാൻ പറഞ്ഞ പോലെ ചിലർ ഉമ്മാനെ ഏൽപ്പിക്കല. അതാ ആയിഷ എല്ലാം ഏൽപ്പിച്ചനെ, ഫീസ് എന്തൊക്കെ വേണമെങ്കിൽ ഞാൻ GPay ചെയ്യട്ടോ, മക്കളെ കാര്യമൊക്കെ ഞാൻ അള്ളാനോട്. ഇതെന്താ കൊട്ടേഷൻ പണിയാണ്? അതൊന്നും പറ്റൂല, ഒക്കെ പറ്റൂല. ഉമ്മാനെ കൊണ്ട് ചെയ്യേണ്ട പണി ഉമ്മ ചെയ്യണം, വാപ്പാനെ കൊണ്ട് ചെയ്യേണ്ട പണി വാപ്പ ചെയ്യണം. അത് ഉമ്മാനെ ഏൽപ്പിക്കലല്ല നമ്മൾ ചെയ്യേണ്ട നിലപാട് എന്ന് ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു 100-600 കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഫാസിഖീങ്ങളാകുന്ന പരിപാടിയായത്. ശരിക്കും ഈ കുട്ടികളെ മര്യാദയ്ക്ക് ശറഅ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ബാക്കി വായിക്കാം. അവൻ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്തലല്ലേ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ദുനിയാവിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് നല്ല ജാഗ്രതയില്ലേ? ഉണ്ട്. എങ്കിൽ മോനെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തീയായ നരകത്തിൽ നിന്നല്ലേ രക്ഷപ്പെടുത്തേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, വാപ്പ സുബീക്ക് പള്ളിയിൽ പോകുന്നു, ഉമ്മ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു, മക്കൾ കുറേ ആൾക്കാർ 4-5 മക്കൾ വിവിധ റൂമുകളിൽ ഉറങ്ങുന്നു, ആരെയും വിളിക്കണില്ല, ജസ്റ്റ് വാതിൽ മുട്ടി എന്ന ന്യായം മാത്രം. അതെന്താ വിളിക്കാത്ത? എൻ്റെ അവല് വക്ത് വെറുതെ പോവാൻ ഓരോരുത്തരെ വിളിച്ചിട്ട് എന്നാണ് ഉമ്മാന്റെ ന്യായം. ഉപ്പയോ, നീ എന്നെ വിളിക്കുക, എന്നെ കൊണ്ടാവൂല. അതേ ഉപ്പ
വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ആക്റ്റീവ് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആക്സസ് എടുത്തിട്ടാണ്. സ്റ്റാർട്ടാക്കിയിട്ട് മുന്നോട്ടേക്ക് പോയി ഗേറ്റിൻ്റെ അടുത്തുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം നോക്കുമ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് വീടിൻ്റെ അടുക്കള ഭാഗം തീ പിടിച്ചിട്ടുണ്ട്. എന്താ ഈ ഉപ്പ ചെയ്യല്? സുബീസ്കരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ തീരുമാനിക്കോ? ഇല്ല, വേഗം പോയിട്ട് മക്കൾ അല്ലേ? എന്താ കാരണം? ഈ തീ പിടിക്കുന്നുണ്ട് അല്ലേ? ഈ തീ ശരിക്കും ഗ്യാസ് സിലിണ്ടറിൻ്റെ തീയും അടുപ്പിലുള്ള തീയും അള്ളാഹു എന്തിനാ സൃഷ്ടിച്ചത്? നഹ്നു ജഅൽനാഹ തദ്കിറ, നരകം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ തീ സൃഷ്ടിച്ചതിൻ്റെ താല്പര്യം. അള്ളാഹ്ക്ക് ഇപ്പോൾ ഇവിടെ തീ സൃഷ്ടിച്ചിട്ട് എന്തിനാ? നരകം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് ഇവിടെ കണ്ടാൽ സാമ്പിൾ കണ്ട ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഈ തീയിൽ നിന്ന് സംരക്ഷിക്കുന്ന നിനക്ക് ശരിക്ക് സംരക്ഷിക്കേണ്ടത് ഫഅന്നാരില്ലാഖിറത്തിയാവൂല, നരകത്തിൽ പോകുകയല്ലേ ചെയ്യുന്നത് നിസ്കാരം ഖളാക്കിയാൽ. അതിൽ നിന്നല്ലേ സംരക്ഷിക്കേണ്ടത് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എത്ര മനോഹരമായിട്ടാണ് മഹാനവറുകൾ പറയണത്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ ഈ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇതൊരു ആമുഖാണ്, ശരിക്കും ഈ കിതാബിൻ്റെ ഒരു ആമുഖാണ് എന്നാണ് എൻ്റെ ഭാഷ. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യം നമ്പർ ഇട്ടിട്ട് പറയണത്. വസ്വിയാനത്തുഹു, എങ്ങനെയാണ് കുട്ടികളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്? ബിഅൻയുഅദ്ദിബഹു വയുഹദ്ദിബഹു വയുഅല്ലിമഹു മഹാസിനൽ അഖ്ലാഖ്. ആദ്യം കൊടുക്കേണ്ടത് കുട്ടികൾക്ക് സൽസ്വഭാവം നൽകണം. നമ്മളെ മക്കളെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കണം. അതിന് ഉമ്മാനോട് ഉപ്പാനോട് ദേഷ്യം പിടിക്കുന്നതൊന്നും കുട്ടികൾ കാണാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയി 10 മണി കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ പോവുക, ദേഷ്യം പിടിച്ചിട്ട് ഒരു 3:30-3:45 പുറത്തിറങ്ങാം. എന്നിട്ട് മക്കളെ രണ്ടാളും കൂടി സ്വീകരിക്കാം. എന്തെല്ലാം നോക്കട്ടെ, ഇനി ദേഷ്യം പിടിക്കണമെങ്കിൽ പിറ്റേന്ന്, സ്കൂളില്ലാത്ത ദിവസം ദേഷ്യം പിടിക്കാതിരിക്കുക. തമാശയിലൂടെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങളോട് എന്ന് പറഞ്ഞാൽ, മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും പറയരുത്. ഹുസ്നുൽ ഖുൽഖ് നമുക്കുണ്ടാവണം. അർശിൻ്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗമാണ് സൽസ്വഭാവികൾ. സൽസ്വഭാവികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത, സൽസ്വഭാവം എന്ന് പറയുന്ന നന്മ മീസാനിൽ വെച്ചാൽ അതിന് വലിയ ഭാരമായിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് കുറേ ഇബാദത്ത് ഉണ്ടാവും, പക്ഷേ ഭയങ്കര ചൂടനായിരിക്കും. ചൂടെന്ന് പറഞ്ഞ പേരും ചൂടൻ. അയാൾ ഒരു മീറ്റിങ്ങിനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മുട്ട് വേർക്കും. അയാൾ വരുമ്പം തന്നെ ഭാര്യക്കൊക്കെ പേടിയാവും, അല്ല പുലി വരുന്നുണ്ടല്ല, നാസ്തായിട്ടില്ലല്ല. അതിന് മൂപ്പര് അഭിമാനത്തോടെ പറയുകയും ചെയ്യും, ഞാൻ ക്ലാസ്സിൽ കയറിയാൽ പിള്ളേർ വേർക്കും, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ അതൊരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ എല്ലാവരും പിള്ളേരെല്ലാം വറക്കൂലേ. അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. ഇസ്ലാം പറയുന്നുണ്ടല്ലോ വളരെ മനോഹരമായി, ഫൈലുൽ ഖദീറിലും തൈസീറിലും തുഹ്ഫത്തുൽ ഇബാദിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഇസ്ലാമിലെ ഏറ്റവും മോശം ആള് ആരാണ്, ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ചർച്ചയുണ്ട് കിതാബിൽ. ഏറ്റവും നല്ല ആൾ ഇസ്ലാമിൽ ഭാര്യയോട് മക്കളോടൊക്കെ നല്ല സ്വഭാവമുള്ള ആള്. ഏറ്റവും മോശമായ ആൾ ആരാ ഇസ്ലാമില്? കുടുംബക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് നല്ല രസത്തിൽ ചിരിച്ച് തമാശയൊക്കെ പറയുമ്പോൾ ഇയാൾ വരുമ്പം തന്നെ അവരുടെ ചിരി മൊത്തം സ്റ്റോപ്പായി, പേടിയായി. അയാളാണ് ഏറ്റവും മോശം ആള്. അങ്ങനെ ആരെങ്കിലും നമ്മളെ സദസ്സിലുണ്ടെങ്കിൽ ആ സ്വഭാവം അങ്ങോട്ട് മാറണം. ഞാൻ വരാന്തയിലൂടെ നടന്നാ മതി. എന്ത് 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 എന്താ ഈ പറയണത്? ഇപ്പൊ പറഞ്ഞു വന്നത്, നമ്മളെ സ്വഭാവം നല്ല സ്വഭാവമാക്കുക. നമ്മളെ മക്കളെ സ്വഭാവം നല്ല സ്വഭാവമാവും. അതാണ് ആദ്യം വേണ്ടത്. ഒഴിച്ചു വെച്ച. രണ്ടാമത്തത് ഇമാമിന്റെ ഇബാറത്തിന്റെ നേരെ പതിപ്പാണിത്. മോശം കൂട്ടുകാരിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തണം, സംരക്ഷിക്കണം. കാരണം അൽ മർഉ അലാ ദീനി ഖലീലി, കൂട്ടുകാരടുത്തു നിന്നാണ് എല്ലാ മക്കളും പഠിക്കല്.
അപ്പൊ ഏത് ക്യാമ്പസിലാണ് പറഞ്ഞേക്കേണ്ടത് എന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. വെക്കേഷനാ, നമ്മളെ മക്കളെ എവിടെയാണ് കൊണ്ടുവിടേണ്ടത് എന്ന് നമുക്കൊരു നിലപാടുണ്ടാവണം. നമ്മളെ മക്കൾ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് നന്നാവും ചെയ്യും, മോശവും ചെയ്യും. അനിൽ മർഇലാ തസ്അൽ ഫസല്ലൻ ഖരീനിഹി എന്നാണല്ലോ. എന്താ അങ്ങനെ പറഞ്ഞാല്, നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അയാൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അയാളെ കൂട്ടുകാരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മതി. നിങ്ങളെ മകൾക്ക് ഒരു ഭർത്താവിനെടുക്കണം, അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ചെറുക്കൻ്റെ പേര് ഫവാദ് എന്നോ ഫയാസ് എന്നോ അല്ലെങ്കിൽ റിയാസ് എന്നോ ഒക്കെ ആയിരിക്കും. അവൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഫസല്ലൻ ഖരീനിഹി, അവൻ്റെ കൂട്ടുകാരെ കുറിച്ച് ചോദിക്കുക. അവൻ്റെ കൂട്ടുകാരൊക്കെയാണ്. കുറേ ബിദഅത്തുകാരാണ്. പോയി പല നല്ല നല്ല കുട്ടികളും എന്തുകൊണ്ടാണ് മോശം ലോകത്തേക്ക് പോകുന്നത്? ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ഷിർക്കാലുണ്ടല്ലോ ചിലയാൾക്ക്. എന്തുകൊണ്ടാ? റൂമിൽ 2 വഹാബികളുണ്ട്, അതിൻ്റെ കാരണം. അല്ലാതെ ദോഹ എയർപോർട്ടിൽ നിന്ന് ജിബിരിയിലുമായി 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല, അത് കിട്ടിയിട്ടാണോ? അല്ല, സംഭവം അതല്ല. 2 കൂട്ടുകാർ സ്വീപ്പാക്കി. ചില ആൾക്കാർക്കുണ്ടല്ലോ പെട്ടെന്നൊരു കള്ളത്തൊരീക്കത്തൊക്കെ വരിക, പുതിയ തൊരീക്കത്ത്. ഞാനിപ്പോൾ അടുത്ത് ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഭയങ്കര മുടിയൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ മൊത്തം എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം, ഷെയ്ഖില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയണം. ഉസ്താദാറ്റ് അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഉസ്താദ് ആഖിറത്തിൽ കൊടുക്കും, വലിയ കുറ്റക്കാരനാവും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും ഇൽമുണ്ടെങ്കിൽ നീ എന്നെ വയല് പറഞ്ഞൂടെ? വെറുതെ ഓരോരുത്തരെ സ്വീപ്പാക്കാൻ. കണ്ടോ? അങ്ങനെ കുറേ വാദങ്ങളുമായി സാധാരണക്കാർ ഇതുവരെ വിശ്വസിച്ച രീതിയും നടപ്പിലാക്കിയ രീതിയും അബദ്ധമാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള കുറേ വാദങ്ങൾ എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളിലും വന്നുപെടുന്നത്? അവരുടെ കൂട്ടുകാർ മോശക്കാരാകുന്നുണ്ടാണ്. അപ്പോൾ നമ്മളെ മക്കൾ സുന്നത്തെ അമായത്തിൻ്റെ പ്രവർത്തകരാവുക. നമ്മളെ മക്കൾ ദീനിൻ്റെ ചിട്ടയിലുള്ള കൂട്ടുകാരുടെ കൂടെയാവുക. എങ്കിൽ നമ്മളെ മക്കൾ നന്നായി കിട്ടും. മൂന്നാമത്തത് വലാ യുഅവ്വിദുഹു തനഉമ വതസയ്യുന. ഇത് വളരെ പ്രധാനമാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചു. കുട്ടികൾക്ക് ഒരിക്കലും പ്രൗഢിയും പത്രാസും പഠിപ്പിച്ചു കൊടുക്കരുത്. മുന്തിയ ഇനം മാത്രം വസ്ത്രം, മുന്തിയ ഇനം ഫുഡ്, എല്ലാം മുന്തിയത് മാത്രം എടുത്തു കൊടുത്ത് പഠിപ്പിച്ചാൽ ആ കുട്ടി മോശാവും. നോക്കണം, عن معاذ بن جبل رضي الله عنه أن رسول الله صلى الله عليه وسلم لما بعث به إلى اليمن قال إياي والتنعم فإن عباد الله ليسوا بالمتنعمين. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. അള്ളാഹുവിന്റെ ഒറിജിനൽ അടിമകൾ മുആദേ സുഖലോലുപതയിൽ ജീവിക്കുന്നവരല്ല. അങ്ങനെ നമ്മളെ മക്കളെ പരിശീലിപ്പിക്കരുത്. ഞാൻ എൻ്റെ മക്കൾക്ക് മുന്തിയത് മാത്രമേ എടുത്തു കൊടുക്കുള്ളൂ. സദാ ഈ പെരുന്നാക്ക് പള്ളിയിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സ്, പിന്നെ വേറൊരു ഡ്രസ്സ്, പിന്നെ ഇന്നൊരു കല്യാണം ഉണ്ടാവും, എല്ലാവരും പച്ച, നാളെ എല്ലാവരും ചുവന്നത്, മറ്റന്നാൾ എല്ലാവരും യെല്ലോ. ഇങ്ങനെ മുന്തിയത് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഈ കുട്ടി ഞങ്ങൾ എന്ത് കിതാബ് ഓതിപ്പിച്ചാലും കുട്ടി നന്നായി കിട്ടൂല. കാരണം ആ കുട്ടി ദുനിയാവിൻ്റെ ആളായി മാറും. പഠിച്ചു വെച്ചോ, ആ കുട്ടി ദുനിയാവിൻ്റെ ആളാവും. ആ കുട്ടിക്ക് ഒരു ലളിത ജീവിതം ഇനി ജീവിക്കാൻ കഴിയൂല. കാരണം എന്തുകൊണ്ട്? ആ കുട്ടി വലിയ ലോകത്ത് മാത്രം ജീവിച്ചു പോയി. അതൊരിക്കലും സംഭവിക്കരുത്. മുന്തിയ വണ്ടി, മുന്തിയ ഫോണ്, മുന്തിയ വസ്ത്രം, മുന്തിയ വീട്, മുന്തിയത് ഇങ്ങനെ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ ആ കുട്ടികൾ നന്നായി കിട്ടൂലെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് എന്താ പഠിപ്പിച്ചു കൊടുക്കുക?
വാപ്പ കൈനോക്ക് പൊട്ടിയിട്ടുണ്ട് അടുക്കള പണിയെടുത്തിട്ട്, ഒരടിമയെ തരാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ സൗകര്യം കഴിവൊക്കെ ഉണ്ട്. എന്നിട്ടും മോള് 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 34 അല്ലാഹു അക്ബർ ഉറങ്ങാൻ നേരത്ത് ചൊല്ലിക്കോളി എന്നാ പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ മക്കളെയും പേരക്കുട്ടികളൊക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തങ്ങൾ എന്താ കൊടുത്തത്? ആഖിറ കൊടുത്തത്, ദുനിയാവല്ല. അത് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാ സർവമഹാന്മാരും മഹബത്തിനെ കുറിച്ച് കിതാബ് എഴുതുമ്പോൾ അവർ പറഞ്ഞു, മഹബത്തിന് ധാരാളം അടയാളമുണ്ട്. സ്വലാത്തല്ലല്, ഖുർആൻ ഓതല്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കല്, മദീനയിലെത്താൻ ആഗ്രഹിക്കല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലെടുക്കല്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവരെത്തും. എന്താ എത്തല്? അലമുഹ വഅജല്ലുഹ. ഏത് അടയാളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ദുനിയാവിനോട് ഇഷ്ടമില്ലാതിരിക്കലാണ്. ഇപ്പൊ എല്ലാവരും മഹബത്ത് നമുക്ക് സ്വന്തം ഉണ്ട് എന്ന് വാദിക്കുന്ന ആഷിക്കും ആഷിക്കാത്താവുന്ന കാല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹദീസിലെ ഹർക്കത്ത് തെറ്റിയാൽ തന്നെ അതിൽ പെടുന്ന മഹാന്മാർ പറഞ്ഞത്. എന്നിട്ടല്ലേ ഈ കള്ള മഹബത്തിന്റെ വാദങ്ങളൊക്കെ. എല്ലാവർക്കും മഹബത്തുണ്ട് എന്ന് വാദങ്ങൾ ഇങ്ങനെ വാദിക്കൊണ്ടിരിക്കുക. അയാൾ ഭയങ്കര പ്രവാചക സ്നേഹിയാണ്. എനിക്കറിയോ അയാൾക്ക് പ്രവാചക സ്നേഹം ഉണ്ടോ ഇല്ലയോ? ഉസ്താദേ, ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഭയങ്കര മഹബത്താണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ മഹബത്ത് എന്ന് പറയുന്ന ഈ ബാത്ത് ഖൽബിയ ഇബാത്തല്ലേ? അത് നമുക്കുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? നമ്മുടെ മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ എങ്ങനെ വളർത്തിയതെന്ന് പഠിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് വളർത്തുക. കുട്ടികൾക്ക് ഒരിക്കലും പ്രൗഢിയും പത്രാസും വലിപ്പം ഉണ്ടാക്കി കൊടുക്കരുത്. അത് കൊടുക്കാത്തതുകൊണ്ട് പല സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന ഹാജിയാമാരുടെ മക്കൾ, ആ ഹാജിയാമാര് മരിച്ചു കഴിഞ്ഞാൽ മക്കള് അഥവാ സഹായിച്ചാൽ തന്നെയും അതിൻ്റെ ഒരു ഹുങ്ക് കാണിക്കുന്ന എന്തുകൊണ്ടാ? അത് താഴോട്ടേക്ക് ഇറങ്ങാൻ ആ കുട്ടിയേക്ക് ഉപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. അവർ ചിലപ്പോൾ 2 തക്കാഫുലിൻ്റെ ക്യാഷൊക്കെ ഏൽപ്പിക്കും. റിസിപ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ഭയങ്കര സംസാരിക്കും, ഒരു രക്ഷയില്ലാത്ത. ആ ഗേറ്റ് കീപ്പറായ വയസ്സം കാക്കാനോട് ചൂടാവും ചെയ്യും. എന്താ മനുഷ്യയുടെ സമയമായില്ലേ എന്ന് പറഞ്ഞ് ചൂടാവും ചെയ്യും. ഇസ്ലാമിലെ എമ്പതി മാത്രം, സിമ്പതിയും എമ്പതി രണ്ടും പാടമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ. അതിന്റെ പറയുന്നുണ്ടല്ലോ, മുസ്നദ് അഹ്മദിലും സ്വഹീഹ് ഇബ്നു ഖുസൈമയിലൊക്കെ കാണാം, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും. മോനെ അബൂദർറെ, പാവങ്ങളെ നല്ലോണം സ്നേഹിക്കണം, പാവങ്ങളുടെ കൂടെ ഇരിക്കും വേണം. പാവങ്ങളെ സ്നേഹിക്കൽ ചിലപ്പോൾ എല്ലാവർക്കും നടക്കുമായിരിക്കും. പാവങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് മനസ്സിൽ താഴ്മയുള്ളവർക്കേ നടക്കുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ മഹാന്മാരുടെയും പ്രത്യേകത തന്നെ. പിന്നെ കിതാബിൽ നിന്ന് 1-2 മഹാന്മാരെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. അലി റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവരാര് ക്ഷണിച്ചാലും സദ്യക്ക് പോകും. ഒന്നും ഉണ്ടാവില്ല ആ വീട്ടിൽ, ഉള്ളത് വെച്ച് കഴിക്കും. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ വീട്ടിലൊരു സദ്യ നാളെ ഒരുക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും പാടെ വരണം. ആ വീട്ടിലും കാര്യത്തൊന്നും ഉണ്ടാവുമെന്ന് വെച്ചില്ല, അത് ഉള്ളത് വെച്ച് കൊടുക്കും. ഇത്ര വലിയ രാജാവായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പാവങ്ങളുടെ കൂടെ പോയി ഇരിക്കുന്ന ആളാണ്. ഈസാ നബി അലൈഹി സ്വലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പാവങ്ങളുടെ കൂടെ ഇരിക്കലാണ്.